ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അത് 1796 ജർമ്മനിയിൽ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രമാണ്. ഞാനൊരു ഹോമിയോപ്പത്താണ്. 23 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അനക്ഡോട്ടലായിട്ടല്ല, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടാണെങ്കിലും പറയാം. അതൊരു പ്രൂവൺ സയൻസ് തന്നെയാണ്. പിന്നെ സാറിന്റേതായ രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ശാസ്ത്ര വിഭാഗമാണ് ഹോമിയോപ്പതി. അത്രയൊക്കെ എനിക്കറിയാം. ഇന്ത്യയിലും കേരള ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ഓരോ സ്റ്റേറ്റിലും, ഓരോ വില്ലേജിലും, ഓരോ സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഓരോ വില്ലേജിലും ഹോമിയോപ്പതി ക്ലിനിക്സും ഉണ്ട്. ഈ ഗവൺമെന്റ് എന്തിനാ ഈ ഇങ്ങനെ ഒരു അന്ധവിശ്വാസമായ കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? Okay, very good question. Thanks for your response. And there's also a question: is homeopathy a superstition? Why? Okay, വളരെ ചുരുക്കി പറയാം. ഹോമിയോപ്പതി എന്തുകൊണ്ടാണ് ഒരു സൂപ്പർസ്റ്റിഷൻ, ഫെയ്ത്ത് ഹീലിംഗ് ആണ് എന്ന് പറയുന്നത്? ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കാര്യം, ഒന്ന് പ്ലാസിബോയും നൊസിബോയുമാണ്. കാരണം ഹോമിയോപ്പതി ശരിയാണ് എങ്കിൽ, അതിന്റെ തത്വം, അടിസ്ഥാന തത്വം ശരിയാണെങ്കിൽ നമ്മളുടെ കെമിസ്ട്രിയും ഫിസിക്സും തെറ്റാണ്. ഒരു വസ്തു നേർപ്പിക്കും തോറും അതിന്റെ പൊട്ടൻസി കൂടും എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ കിക്ക്